ുമ്പോൾ നിയമസഭാ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്പീക്കർ എൻ ഷംസീർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു. രാവിലെ 8-നാണ് യോഗം. എംഎൽഎമാരെ മർദ്ദിച്ച വാച്ചാൻ വാർഡുമാർക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. കഴിഞ്ഞ ദിവസത്തെ അനിഷ്ട സംഭവങ്ങളിൽ സ്പീക്കർ സഭയിൽ നിലപാട് വ്യക്തമാക്കും. വിശദാംശങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശരത്, ഇന്ന് രാവിലെ 8 മണിക്കാണ് യോഗം ആരംഭിക്കുക. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് ആ യോഗത്തിൽ പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുക? അൻസില, 8 മണിക്ക് സ്പീക്കറുടെ നിയമസഭയിലെ ഓഫീസിൽ വെച്ചാണ് ഈ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭാ നടപടികൾ സുഗമമായി കൊണ്ടുപോകുന്നതിന് ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിനുള്ള നീക്കമാണ് സ്പീക്കർ നടത്തുന്നത്. സ്പീക്കറെ ഈ കടന്നാക്രമിച്ചുകൊണ്ടുള്ള വിമർശനം പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. സ്പീക്കറുടെ ഓഫീസ് ഉപരോധമാണ് ഈ സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ എം എൽ എമാരെ മർദ്ദിച്ച വാച്ചൻ വാർഡുമാർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഈ ഒരു യോഗത്തിൽ സ്പീക്കർക്ക് മുന്നിൽ ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാച്ചൻ വാർഡുമാർക്കെതിരെ വനിതാ വാച്ചൻ വാർഡുമാർക്ക് പുരുഷ വാച്ചൻ വാർഡുമാർ വനിതാ MLA വരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു കാര്യത്തിൽ നടപടി വേണമെന്നുള്ള ആവശ്യമായിരിക്കും പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുക. ആ ആവശ്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നിലപാട് പ്രതിപക്ഷം കടുപ്പിച്ചേക്കും. അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ സഭയിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം തീരുമാനിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഈ സ്പീക്കർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ള വിമർശനം പ്രതിപക്ഷത്തിനുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശമാണ്. ആ അവകാശത്തെ മാനിക്കുന്നതിന് വേണ്ടി സ്പീക്കർ തയ്യാറാകുന്നില്ല എന്ന വിമർശനം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി വിഷയം അവതരിപ്പിക്കാൻ പോലും പ്രതിപക്ഷ അംഗങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നത് പതിവ് കീഴ്വഴക്കമാണെങ്കിലും അടിയന്തര പ്രമേയ നോട്ടീസിന് തന്നെ അനുമതി നിഷേധിക്കുന്നത് ഇപ്പോൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യവും പ്രതിപക്ഷം ഇന്ന് സ്പീക്കർക്ക് മുൻപിൽ ഒരു പരാതിയായി ഉന്നയിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ സ്പീക്കർ എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ഒക്കെ തന്നെ ആശ്രയിച്ചായിരിക്കും രാവിലെ 9 മണിക്ക് സഭ തുടങ്ങുമ്പോൾ സഭാ നടപടികൾ എത്രത്തോളം സുഗമമായി പോകും എന്നത് ഈ യോഗത്തിലെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. ഏതായാലും കഴിഞ്ഞ ദിവസം പരിധി വിട്ട വാക്പ്രയോഗങ്ങൾ ഇരു വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തു നിന്നും ചില പരിധി വിട്ട പ്രയോഗങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അതും ഇന്ന് അതിന്റെ ഒരു അനുരണനം ഇന്ന് സഭാതലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ വാക്പോര് ഇന്നും ശക്തമായി തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് മറുപടി ഭരണപക്ഷം ഇന്ന് സഭയിൽ നൽകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ ഒരു പരാമർശമുണ്ട്. ആ പരാമർശത്തിന് പ്രതിപക്ഷവും സഭയിൽ ഇന്ന് മറുപടി നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നും ഒരു പക്ഷേ ചൂടേറിയ വാക്കേറ്റം ഉറപ്പായും സഭയിൽ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. മറ്റൊരു കാര്യം, സ്പീക്കർ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. സഭയിൽ സ്പീക്കർ തന്റെ നിലപാട് വിശദീകരിക്കുമോ എന്നുള്ളതും വൈകാതെ അറിയാനാകും. വ്യക്തമാണ് ശരത്. നിയമസഭാ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്പീക്കർ എൻ ഷംസീർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. രാവിലെ 8 മണിക്കാണ് യോഗം ആരംഭിക്കുക. MLA-മാരെ മർദ്ദിച്ച വാച്ചാൻ വാർഡുമാർക്കെതിരെ നടപടി വേണമെന്നാണ് യോഗത്തിൽ പ്രതിപക്ഷം പ്രധാനമായും ആവശ്യം ഉന്നയിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അനിഷ്ട സംഭവങ്ങളിൽ സ്പീക്കർ സഭയിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ശരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.